റമദാൻ മാസത്തിലെ മുഴുവൻ ദിവസവും അത്താഴം നൽകുന്ന ഇടമാണ് തിരുവനന്തപുരത്തെ പാളയം പള്ളി. 500-ന് മുകളിൽ ആളുകൾ അത്താഴത്തിനെത്തുന്ന പള്ളിയിൽ വെജും നോൺ വെജും അടക്കമുള്ള ഭക്ഷണമാണ് നൽകുന്നത്. 15 വർഷം മുൻപ് തുടങ്ങിയ അത്താഴ വിതരണം ഇന്നും മുടങ്ങാതെ തുടരുകയാണ്. നോമ്പ് കാലത്ത് ഏറെ പ്രധാനമാണ് അതിരാവിലെയുള്ള അത്താഴം. വൈകിട്ട് വരെ ജലപാനം ഒഴിവാക്കുന്നതിനായി അതിരാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ് ആ ദിവസത്തിന്റെ ആദ്യ ഊർജം. സുബൈബാങ്കിന് മുന്നോടിയായാണ് ഭക്ഷണം കഴിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ജോലി ആവശ്യത്തിനടക്കം മാറി താമസിക്കുന്നവർക്ക് അതിരാവിലെയുള്ള അത്താഴത്തിന് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. എന്നാൽ തലസ്ഥാനത്ത് താമസിക്കുന്നവർക്ക് റമദാൻ മാസത്തിലെ എല്ലാ ദിവസവും പാളയം പള്ളിയിൽ നിന്ന് അത്താഴം ലഭിക്കും. 15 വർഷത്തിന് മുമ്പ് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതിൽ കൊടുക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയതാണ്. അന്ന് ആൾ കുറവായിരുന്നു, 100-150 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അതല്ല. 2026 ആയപ്പോഴേക്ക് 500-600 പേര് രാത്രി 3:30 മണി സമയത്ത് മുതൽ 5:30 മണി വരെ കൊടുക്കുന്ന ഈ സമയത്ത് അവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വെജും നോൺ വെജ് ഭക്ഷണവും ഓരോ ദിവസങ്ങളിൽ അത്താഴത്തിനുണ്ടാകും. ചോറിന് കറിയും തോരനും എല്ലാം ഉണ്ട്. ചപ്പാത്തി, പൊറോട്ട, പത്തിരി തുടങ്ങിയ വേണ്ടവർക്ക് അതും ലഭ്യമാണ്. നല്ല പ്രതികരണം ഒരുപാട് പേര് അറിഞ്ഞതിന് വരുന്നുണ്ട്. നമുക്ക് സന്തോഷം. നമുക്ക് ഒരുപാട് ആൾക്കാർ വരണമെന്നാണ് പറയുന്നത്. എല്ലാ വിഭവങ്ങളും ഉണ്ട്. ചായ ഉണ്ട്. അത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെജിറ്റബിൾ ഉണ്ട്, നോൺ വെജിറ്റബിൾ ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. വിദ്യാർത്ഥികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, യാത്രക്കാർ തുടങ്ങി 500-ന് മുകളിലാണ് ഓരോ ദിവസവും പാളയം പള്ളിയിലേക്ക് അത്താഴത്തിനെത്തുന്നവരുടെ കണക്ക്. അതിരാവിലെ 3:30-ക്ക് തുടങ്ങുന്ന ഭക്ഷണ വിതരണം സുബഹി ബാങ്ക് വരെ നീളും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലാതെ ഇപ്പോൾ യാത്രക്കാർ, നമ്മളെപ്പോലെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വളരെ ഉപയോഗപ്പെട്ട ഒരു കാരണമാണ്. ഞാനിവിടെ 2011 മുതലേ ഉണ്ട്. ആ വർഷം മുതലേ ഇവിടെ അത്താഴം ഞാൻ കഴിച്ച് വരുന്നുണ്ട്. നല്ലൊരു അനുഗ്രഹമാണ് ശരിക്കും. ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ്. എനിക്ക് വലിയൊരു അനുഗ്രഹം. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത്താഴം കഴിക്കാതെ നോമ്പൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെത്തുന്ന ജനപ്രതിനിധികളും അത്താഴത്തിന് ആശ്രയിക്കുന്നത് പാളയം പള്ളിയെ തന്നെ. കഴിഞ്ഞ 15 വർഷമായി പാളയം പള്ളി മുടക്കമില്ലാതെ അത്താഴം നൽകുന്നുണ്ട്. റമദാൻ കാലത്ത് വീട്ടിൽ നിന്ന് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും മാറി നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് രാവിലത്തെ അത്താഴം. അത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് പാളയം പള്ളിയിൽ രാവിലെ നൽകുന്ന ഈ അത്താഴം. ക്യാമറമാൻ റബിൻ ജോണിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.